ചിറയൻകീഴിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രചരണവുമൊക്കെയായി അങ്ങനെ തിരക്കിലാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ പ്രഖ്യാപിച്ച ഒരു 5 ഗ്യാരണ്ടികളുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി, അതിൻ്റെ ഒരു ട്രയൽ റണ്ണാണ് ഇന്ന് നടക്കുന്നത്. സ്ത്രീകൾക്കായുള്ളൊരു ബസ് യാത്ര ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു ബസ് യാത്രയാണ്. അത്രത്തോളം ഒരു സഹകരണമുണ്ട്. ഇതൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ടുള്ളൊരു ട്രെയിലറാണോ? നിങ്ങളൊന്ന് നോക്കൂ. കാരണം അമ്മമാർക്കാണ് വീട്ടുപണിക്ക് പോകുന്ന, ടെക്സ്റ്റൈൽ ഷോപ്പിൽ കാലത്ത് പോയി രാത്രി വരെ നിന്ന് പണിയെടുക്കുന്ന അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു തുക പോകുന്നത് ബസ്സിന്റെ കൂലി കൊടുക്കാനാണ്. ആ ബസ്സിന്റെ കൂലി ഇനി മിച്ചം പിടിക്കാൻ സ്ത്രീകൾക്ക് കഴിയും UDFന്റെ സർക്കാർ മെയ് 4-ാം തീയതി വരുമ്പോൾ. അതിന്റെ മുന്നൊരുക്കമായിട്ട് ഈ ഒരു UDF സർക്കാർ വന്നാൽ നടപ്പിലാക്കുന്ന ആദ്യത്തെ പദ്ധതികളിൽ 5-ൽ 1 ഞങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ചേട്ടന്മാർക്കില്ല, ഞങ്ങൾ വനിതകൾക്കൊപ്പം, സഹോദരിമാർക്കൊപ്പം. ഈ 5 ഗ്യാരണ്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഗ്യാരണ്ടികളാണ്. അത് കൂടാതെ തന്നെ പ്രായമായവർക്കുള്ളവർക്കുണ്ട്. അപ്പോൾ ആ ഗ്യാരണ്ടികളെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ദൈനംദിനമായ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്യാരണ്ടികളാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ പുതുയുഗ യാത്രയുടെ സമാപനത്തിന് വന്നപ്പോൾ പ്രഖ്യാപിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വനിതകൾക്ക് കൊടുക്കുന്ന ഈ ഒരു KSRTC ബസ്സിന്റെ യാത്ര പോലെ തന്നെ 3000 രൂപ പെൻഷനാക്കി ഉയർത്താൻ പോവാ. ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ആളിന് വിധവാ പെൻഷൻ കൂടി വാങ്ങാൻ പറ്റുമായിരുന്നു. ഇന്ന് വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലെ ആ പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പറയുകയാണ്. അപ്പൊ 3000 രൂപയുടെ പെൻഷനാക്കി ഉയർത്തുന്നു. അതേപോലെ തന്നെ പോക്കറ്റ് മണി ഉണ്ടാകണമെന്ന് നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഇഷ്ടപ്പെട്ട ഒരു കമ്മല് മേടിക്കാൻ, ഒരു കുപ്പിവള മേടിക്കാൻ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നോട്ട് പുസ്തകങ്ങൾ മേടിക്കാൻ തന്റെ കൂട്ടുകാര് നല്ലൊരു ബാഗുമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ, കോളേജിലേക്ക് വരുമ്പോൾ ഒരു ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ ആ ബാഗൊക്കെ മേടിക്കുവാനും നോട്ട് പുസ്തകങ്ങൾ വാങ്ങുവാനും കുപ്പിവള മേടിക്കാനും ഒക്കെ കൈകളിൽ സഹോദരികൾക്ക്, അനുജത്തിമാർക്ക്, വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് 1000 രൂപ. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ കാരുണ്യ സ്പർശത്തിന്റെ രൂപമായിരുന്ന ഉമ്മൻചാണ്ടി സാർ ശ്രുതിതരംഗം പോലെയുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്ത ആ മനുഷ്യസ്നേഹിയായ മുഖ്യമന്ത്രിയുടെ നാമത്തിലാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തുന്നതാണ്. അതേപോലെ തന്നെ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ സംരംഭകരാകാൻ, അതിലും മുന്നോട്ട് വരാൻ പോകുന്നത് വനിതകളുണ്ടാകാം, പെൺകുട്ടികളുണ്ടാകാം, അതേപോലെ തന്നെ ആൺകുട്ടികളുണ്ടാകാം. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പുതുയുഗ യാത്ര കഴിഞ്ഞ് പ്രഖ്യാപനം നടത്തി പുതുയുഗ പിറവിക്കായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് രാഹുൽജി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ 5 ഇനങ്ങളാണ്. അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ള ആളുകൾക്ക്, മലയോര കർഷകർക്ക്, തീരദേശ മേഖലയ്ക്ക് ഒരുപാട് പദ്ധതികളും ഒരുപാട് തയ്യാറെടുപ്പുകളും നടത്തിയിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകണം. എല്ലാ മുന്നണികളും പ്രഖ്യാപനങ്ങളും നടത്താറുണ്ട്. പക്ഷെ അധികാരത്തിലെത്തുന്ന സമയത്ത് അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആശങ്കകൾ ഉണ്ടാവാറുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ആശങ്ക UDFന് ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യത? ലീഡർ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പലരും പറഞ്ഞു കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് വരില്ല എന്ന്. അത് യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിയാണ് ശ്രീ ലീഡർ K. കരുണാകരൻ. കണ്ണൂർ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്നു പറഞ്ഞ ആളുകളാണ് അപ്പുറത്തുള്ളത്. പക്ഷെ ആ കണ്ണൂർ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കിയ സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. വിഴിഞ്ഞം പദ്ധതി, കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ നിയോജക മണ്ഡലത്തിലും ഗവൺമെന്റ് കോളേജുകൾ കൊടുത്ത സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അത്രയധികം പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച്, എന്തിനേറെ പറയുന്നു, കൊച്ചി മെട്രോ പോലും ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിലാണ്. നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ചെടുത്ത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത
UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അന്ന് കൊടുത്ത പോലെ തന്നെ ജനങ്ങളോട് പറയുന്ന വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഈ ചിറയൻകീഴ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത് കോട്ടയാണ്. ആ കോട്ട ഇത്തവണ തകർക്കാൻ കഴിയുമോ? ചിറയൻകീഴിലെ ജനങ്ങൾ ഒരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ, നമ്മൾ ചർച്ചുകളിൽ ചെല്ലുന്ന സമയത്ത്, ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന വഴിയിൽ കാണുന്ന അമ്മമാർ, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന അമ്മമാരെയൊക്കെ കാണുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മാറ്റം വേണം മോളെ, അതിനായിട്ട് ഇത്തവണ നിങ്ങൾക്കാണ് വോട്ട് എന്ന് പറയുമ്പം നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാമല്ലോ ചിറയൻകീഴിൽ എന്തുകൊണ്ടായിരിക്കും അവർ ഒരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. ചേട്ടാ നമസ്കാരം. വൈസ് പ്രസിഡന്റിനെ ഞങ്ങള് പോരാണിക്ക് കൊണ്ടുപോകുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം കൂടെ ഉണ്ടാകണേ, ഇന്ദിരാ ഗ്യാരണ്ടിക്കൊപ്പം കൂടെ ഉണ്ടാകണേ കേട്ടോ. ഈ രമ്യ ചിറയൻകീഴ് മത്സരിക്കാൻ വന്ന സമയത്ത് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു, ചിറയൻകീഴ് കാര്യമല്ല തിരുവനന്തപുരം കാര്യമല്ല എന്നുള്ളത്. അത് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപമാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? ടീം UDF ചിറയൻകീഴിൽ സെറ്റാണ്. അത് UDFന്റെ വരവിനായിട്ട്. അത് കാരണം എന്താ വെച്ചാൽ, അപ്പം നിങ്ങളെ ഞാൻ വന്നിറങ്ങിയ ആ സമയം മുതൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഉൾപ്പെടെ നിങ്ങൾ കണ്ടതാണ്. വളരെ ആവേശകരമായിക്കൊണ്ടാണ് ആ പ്രവർത്തനം നേതൃത്വം കൊടുത്തത്. നേരത്തെ തന്നെ KPCC തലത്തിലും അതേപോലെ തന്നെ UDF തലത്തിലും ചിട്ടയായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് തുടക്കം കുറിച്ചത്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വന്നിറങ്ങിയാൽ മാത്രം മതി. അത്രയധികം പ്രവർത്തനങ്ങൾ ഇവിടെ പകുതിയിലധികവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഞാൻ വന്നതിന് ശേഷം സ്ഥാനാർത്ഥി എന്താണോ ഒരു ഉത്തരവാദിത്തം ചെയ്യേണ്ടത്, അതിന്റെ ഷെഡ്യൂൾ തലേ ദിവസം രാത്രി തരും, അതിനാള് വരും, ഞാൻ പോകുന്നു എന്നുള്ളത്. അത്രയധികം ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനത്തെ പ്രയാസങ്ങളും പരിഭവങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കോൺഗ്രസിന് ഈ ദളിത് MLA വരുന്നതിനോട് താല്പര്യക്കുറവുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് നമ്മളോട് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ്? ഈ രാജ്യത്ത് KR നാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾക്കറിയോ, ഓലമേഞ്ഞ വീട്ടിൽ ഇലക്ട്രിക് പോസ്റ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് ഒറ്റപ്പാലത്തെ പഴയ MP ആയിരുന്ന ആളാണ്. ഞാൻ പ്രതിനിധാനം ചെയ്ത ആലത്തൂരിന്റെ മുൻകാലത്തെ പാർലമെന്റ് അംഗമായിരിക്കണം. അദ്ദേഹം ഈ രാജ്യത്ത് വഹിച്ച പദവി ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതി പദത്തിലേക്ക് KR നാരായണനെ പോലെ ഒരാളിനെ കൊണ്ടുവന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ നാട്ടിൽ ഞാൻ ഉൾപ്പെടെ പട്ടികജാതി വിഭാഗത്തിൽ ഒരു ഏറ്റവും താഴെ തട്ടിൽ ജനിച്ചു വളർന്ന എന്നെപ്പോലെയൊക്കെ ഒരാൾക്ക് ജനറൽ സീറ്റിലാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. അത് കഴിഞ്ഞ് പാർലമെന്റ് സീറ്റിലേക്ക് ഒരവസരം നൽകുമ്പോൾ പാർട്ടി നമ്മളെ അത്രയധികം കരുതലോടുകൂടി സ്നേഹത്തോടു കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഞാൻ അംഗമാണ്. എന്റെ പാർട്ടി എനിക്ക് തന്നിരിക്കുന്ന ഒരു അംഗീകാരമാണ്. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല സാറ് ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായ കമ്മിറ്റിയിൽ 10 അംഗങ്ങളിൽ ഒരാളായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ പ്രസ്ഥാനം അല്ലാതെ വേറെ ആർക്ക് ചെയ്യാൻ സാധിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് അത്തരം രാഷ്ട്രീയപരമായിരിക്കുന്ന വിമർശനങ്ങളെ മറികടക്കാൻ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഈ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന, കൂലിപ്പണിക്ക് പോയിരുന്ന അമ്മയുടെ മകളായി ജനിച്ചു വളർന്ന എന്നെ ഈ പ്രസ്ഥാനം ഇത്രയധികം കൈപിടിച്ച് നടത്തുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് തന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണം. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്, പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. അമൃത TVയുടെ റിപ്പോർട്ടറുടെയും ക്യാമറാമാന്റെയും വോട്ട് ചിറയൻകീഴിലാണ് എങ്കിൽ അത് കൈപ്പത്തി അടയാളത്തിൽ നൽകണം. ബാലറ്റിൽ 3ാമതാണ്, ഹൃദയത്തിൽ 1ാമതായിട്ട് എനിക്ക് നൽകണം. തീർച്ചയായിട്ടും പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി മറ്റ് രാഷ്ട്രീയ വിമർശനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് രമ്യ ഹരിദാസ് പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ക്യാമറാമാൻ അഭിറാമിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.